ക്ലാസ്സിൽ വരണ്ടായിരുന്നു. എല്ലാവർക്കും അറിയേണ്ടത് സാറിനെ കൂട്ടി എന്തിനാ കൊടുങ്കാട്ടിൽ പോയെന്നോ. അതിനിപ്പോ എന്താ, ചോദിക്കുന്നവരോട് കൃത്യമായിട്ട് മറുപടി പറഞ്ഞാ പോരെ. എന്നാലും നിന്റെ ഈ ടെൻഷൻ കാണുമ്പോഴാ ചോദിക്കുന്നവർക്ക് സുഖിക്കുന്നത്. മര്യാദയ്ക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കണം, മനസ്സിലായല്ലോ? ഗുഡ് മോർണിംഗ് കബനി. ഞാൻ കുറെ നേരമായി കബനിയെ തിരക്കി നടക്കുന്നു. സാറിന്റെ കാര്യം ചോദിക്കാനായിരിക്കും അല്ലേ? എന്താ അറിയേണ്ടത്, ചോദിക്ക്. സോറി, സാറിന്റെ കാര്യം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അറിഞ്ഞു. ഞാൻ അതിന്റെ പേരിൽ കബനിയെ കുറ്റം പറയാനൊന്നുമില്ല. രംഭ കബനിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോ ഞാൻ എതിർക്കുകയും ചെയ്തു. പിന്നെ രാഹുൽ എന്തിനാ ഞങ്ങളെ തിരക്കി നടന്നത്? അത് ഇലക്ഷന്റെ കാര്യമാണ്. ചെയർമാനായി മണികണ്ഠനോട് മത്സരിക്കണ്ട, രംഭയ്ക്ക് വേണ്ടി പിന്മാറണം എന്നൊക്കെയല്ലേ? നാട്ടക്കില്ല മോനെ. അയ്യോ അതല്ല, മണികണ്ഠ മത്സരിക്കണം, ഒരിക്കലും പിന്മാറരുതെന്ന് പറയാനാ ഞാൻ വന്നത്. ഇത്രയും നാള് കൂടെ നിന്നിട്ട് രംഭ എന്നെ അപമാനിച്ചു. മണികണ്ഠൻ നല്ലവനാണെന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കി. സോ ഐ എം സോറി കബനി. ഞാൻ മോശമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും അതുണ്ടാവില്ല. ഞാൻ കൂടെ നിൽക്കാം, മണികണ്ഠന് വോട്ടും ചെയ്യാം. കബനി, എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ പത്മിനി, പ്ലീസ് എന്നെ വിശ്വസിക്കാം. ഞാൻ മണികണ്ഠന് മാത്രമേ വോട്ട് ചെയ്യൂ. താങ്ക്സ്. സ്വന്തം തെറ്റ് മനസ്സിലായെങ്കിൽ രാഹുൽ കൂടെ നിന്നോളൂ. താങ്ക്സ് കബനി. എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ. എന്താ? വേണ്ട, കബനിക്ക് ചിലപ്പോ നാണമായിരിക്കും. ഞാൻ തന്നെ. എന്തായി കാണിക്കുന്നേ? ഏയ് പ്ലീസ് കബനി, ഒരുപാട് മോഹിച്ചതാ. വെറുതെ ഒന്നും അല്ല, നീയൊക്കെ ഓഫർ ചെയ്തിട്ട് തന്നെയാ. രാഹുൽ മാറ. ഇല്ല, പിന്നെ എന്തിനാടി നോട്ടീസ് പതിച്ചിരിക്കുന്നത്? എന്താടി, എന്ത് ചെയ്തും മണികണ്ഠനെ ജയിപ്പിക്കാൻ നീയല്ലേ തീരുമാനിച്ചത്? പിന്നെന്താ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാരും കൂടി വെറുതെ എവിടെ പറ്റി. നിർത്തി. ഇവൻ ചെയ്ത തെറ്റെന്താ? വോട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അപ്പോ ഇവള് ചെയ്യാന്ന് പറഞ്ഞതും ചെയ്യട്ടെ. അല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ പോയി നോക്കടി. പാവം, ഓഫർ ചെയ്യുമ്പോൾ ഇത്രയും പുലിവാലാവൂന്ന് കരുതി കാണില്ല. നീ വന്ന മണിയണ്ണന് വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്റെ വക. എന്തൊക്കെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്? ചിന്ത, വോട്ട് കിട്ടാൻ പണം കൊടുക്കും, മദ്യം കൊടുക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും. പിന്നെ ഈ നിലയ്ക്ക് ഇലക്ഷൻ എടുക്കുമ്പോ ഇനി എന്തൊക്കെയായിരിക്കും ഓഫർ? എനിവേ സോറി രംഭ, ഞാൻ തനിക്ക് വോട്ട് ചെയ്യില്ല. കാരണം ഈ ഓഫറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല. രാഹുൽ, ഇനി എന്നും നോട്ടീസ് ബോർഡ് നോക്കിയിട്ടേ ക്ലാസ്സിൽ കയറാൻ പറ്റൂ. ഓഫറുകൾ അറിയണ്ടേ? സത്യം പറ, ഇതാരാ ചെയ്തേ? മണിയണ്ട, നീ ഇത് കണ്ടോ? ആരാടാ ചെയ്തത്? ആരാന്ന്? കൊരക്കല്ലടാ, ഇവള് തന്നെ ഇത് എഴുതി വെച്ചത്. കാരണം എന്നെ തോൽപ്പിക്കണം എന്നുള്ള വാശിയല്ലേ? ആ, അല്ലെങ്കിലും എന്നെ മറികടക്കാൻ വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് രഹസ്യമല്ലല്ലോ. പലരോടും. നിർത്തടി. നീയും നിന്റെ കൂട്ടുകാരുമാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കാൻ വലിയ ആനബുദ്ധിയൊന്നും വേണ്ട. ഇതുകൊണ്ടൊക്കെ നീ ജയിക്കുന്നാണ് നിന്റെ ധാരണ? അതെ, ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാൻ ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. എങ്കിൽ ചെയ്യടാ, എല്ലാം കൂടി ഇതിനകത്ത് നാണം കെട്ട് ചാവും. അതെ, ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാൻ ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. എങ്കിൽ ചെയ്യടാ, എല്ലാം കൂടി ഇതിനകത്ത് നാണം കെട്ട് ചാവും. ഇന്ന് ഇവിടെ ഈ ബോർഡിൽ, നാളെ കീറാൻ പറ്റാത്ത വിധത്തിൽ എല്ലാവരുടെയും മനസ്സിൽ. കോളേജിലെ കണക്ക് മാത്രമല്ല,
കാറ്റടിക്കോട്ട് നാഗർകാവിലെ കണക്കും തീർക്കും ഞാൻ. നീ തീർക്ക്. ഇപ്പൊ ഒരു ബോർഡ് എഴുതി ഞാൻ നിനക്ക് തരുക. ചുമരിലൊട്ടിക്കാനല്ല, നിന്റെ മനസ്സിലൊട്ടിക്കാൻ. നിന്നെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും, അത് ഉറപ്പാടി. കവനി, കവനി, ഇതൊക്കെ അവരോട് പോവാൻ പറ മണിയണ്ട. കബനി, നമ്മൾ കബഡി കളിക്കുമ്പോ കൂടെ ഉള്ള 3-4 പേര് പുറത്തു പോകുമ്പോ തോന്നുന്നൊരു വിറയലില്ലേ, അതിങ്ങനെ കാലിൻ്റെ അടിയിൽ നിന്ന് പെരുത്ത് കയറുക. ഇനി ജയിക്കാതെ പറ്റില്ല മോളെ. എന്തായാലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സാറിനോട് ഇത് പറയരുത്. സാറിന് വിഷമാവും. ഇനി നമ്മൾ കുറച്ചുകൂടി സൂക്ഷിക്കണം. അവര് കരുതി കൂട്ടിയാ. സർ, സുഖമാണോ രണ്ടാൾക്കും? സാരല്ലേ സുഖമില്ലാതെ കിടക്കുന്നേ, എന്നിട്ട് ഞങ്ങളോടാ ചോദിക്കുന്നേ? സാർ ഉറങ്ങിയോ? ഏയ്, എവിടെ ഉറങ്ങാൻ? ഇന്നലെ രാത്രി മുഴുവൻ രണ്ടാളും കൂടി ഫോണിൻ പ്രോഗ്രാം ആയിരുന്നില്ലേ? നേരം വെളുത്തിട്ടല്ലേ നിർത്തിയേ? ഏയ്, ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഞാനേ വെറുതെ കുറെ നേരം സംസാരിച്ചോണ്ടിരുന്നു. പിന്നെ മനസ്സിലായത് സാർ ഉറങ്ങിയെന്ന്. കോളേജിൽ പോയിരുന്നോ? പോയി. എല്ലാവർക്കും അറിയേണ്ടത് സാറും പാമ്പും തമ്മിൽ എന്താ നടന്നതെന്നാ. പറഞ്ഞു പറഞ്ഞ് എന്റെ നാവ് കുഴഞ്ഞു. അതിനിടയിൽ ചിലരുടെ കുത്തുവാക്കും. അത് കേട്ടാ മതിയല്ലോ ഇവിടെ ഒരുത്തിക്ക് കരയാൻ. എന്താടോ ഇത്? പിന്നെ സാറിനെ ബോധപൂർവം ഞങ്ങൾ അപകടത്തിൽ കൊണ്ടുപോയി ചാടിച്ചു എന്നൊക്കെ പറഞ്ഞാ സങ്കടം വരില്ലേ? സാറിന്റെ മമ്മി പോലും അങ്ങനെ കരുതിയിരിക്കുന്നേ. ഏയ്, മമ്മിയോട് ഞാൻ പറഞ്ഞു, അതിന് പ്രശ്നം ഉണ്ടാവില്ല. മമ്മി എവിടെ? വേറൊരു മുറി കൂടെ എടുത്തിട്ടുണ്ട്. മമ്മി അവിടെ ഉണ്ടാവും. വിളിക്കണോ? അയ്യോ വേണ്ട സാർ, ഇപ്പൊ പുലിക്കുട്ടിക്കാരൻ വയ്യ. എടി, നീ സാറിന്റെ മമ്മിയെ പറ്റിയാ പറയുന്ന. ആ സാരമില്ല. മമ്മിക്ക് ചില നിലപാടുകളുണ്ട്. അതാര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നും ഈ ഷാർപ്പ്നെസ് ഒക്കെ മമ്മി കരുതിക്കുട്ടി ചെയ്യുന്നതാണോ എന്ന്. ഇന്ദ്രപുരിയുടെ മൊത്തം ഗൗരവവും മമ്മിയുടെ തലയിലല്ലേ? രംഭ എപ്പോഴാ പോയത്? ഒരുപാട് രാത്രിയായി. അവളിന്നലെ മമ്മിക്ക് നന്നായിട്ട് വിഷം കുത്തിവെക്കുന്നുണ്ടായിരുന്നു. രംഭ എങ്ങനെ അവിടെ എത്തി? ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞ മറുപടി അത്ര നന്നായില്ല. എനിക്ക് നല്ല സംശയമുണ്ട് സാർ. അവള് കരുതിക്കൂട്ടി വന്നതായിരിക്കും. ചിലപ്പോ അവള് തന്നെ ആയിരിക്കും പാമ്പിനെ. ഏയ്, ഒരാളെ സംശയിക്കുന്നതിനും പരിധി വേണ്ടേ? രാഹുലും ചിന്തയൊക്കെ അനുസരിക്കുന്ന പോലെ രംഭയെ പാമ്പ് അനുസരിക്കൂ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. കബനി, ഞാനിപ്പോ വരാവേ. എവിടെ പോവാ? ഞാനേ ഈ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് നടന്നു കണ്ടിട്ട് വരാം. ശരിയേ? എത്ര ദിവസം കിടക്കണു ഇവിടെ? ഇന്ന് പോവാം. ഭാഗ്യമാണെന്നാ ഡോക്ടർ പറഞ്ഞത്. വിഷമുള്ള ഇനമാണ്, പക്ഷേ കൃത്യമായി കടിയേറ്റില്ല. ഞാൻ നാഗദൈവങ്ങളെയൊക്കെ ചീത്ത പറഞ്ഞു. എന്തിന്? കുഞ്ഞുനാള് മുതലേ ഞാൻ പൂജിക്കുന്നതല്ലേ. എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് സാറിന് ഇങ്ങനെ വരുത്തിയില്ലേ? സുഖമായപ്പോ അവരോട് മാപ്പ് പറഞ്ഞോ? ഇല്ല, പക്ഷേ ഇനി സാറിനെ പാമ്പ് ഉപദ്രവിക്കില്ല.
ഞാൻ ഗണേശനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസവും ആയില്യത്തിന് സാറിന്റെ പേരിൽ പൂജ നടത്തണമെന്ന്. എല്ലാ മാസവും? ആ പിന്നല്ലാണ്ട് എന്ത് കോപം ഉണ്ടെങ്കിലും മാറട്ടെ. ഇനി എന്നാ സർ കോളേജിൽ വരിക? എനിക്ക് ഇന്ന് തന്നെ വരണമെന്ന്. അമ്മയാണ് പ്രശ്നം. എനിക്ക് ആ ക്യാമ്പസും അവിടുത്തെ ബഹളമൊന്നും ഇല്ലാതെ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് താൻ. അല്ല, തൻ്റെ ചില സംശയങ്ങളും ഗ്രാമത്തിനെ കുറിച്ചുള്ള കഥകളും ഒക്കെ ഇഷ്ടമാണ്. കുട്ടിയെപ്പോ വന്നു? കവനി വന്നേ ഉള്ളൂ. സർ എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. വിവരം അന്വേഷിച്ചിട്ട് പോവാന്ന് കരുതി വന്നതാ. പത്മിനി എവിടെ? അവള് പുറത്തുണ്ടാവും. ആ ശരി സർ. ശരി. വരട്ടെ. പണ്ടത്തെ പോലീസുകാരെ പേടിച്ചിരുന്ന പോലെ അമ്മയെ കാണുമ്പോ കവനിക്കും മറ്റും. ആരെങ്കിലും പേടി ഉണ്ടാവുന്നത് നല്ലതാ. എന്തേ? സാറിന്റെ മമ്മി വന്നു. ഞാൻ കണ്ടു. ഞാൻ മുങ്ങിയതാ. നിന്നെ കടിച്ചു കുടഞ്ഞോ? ഇല്ല, എന്നാലും മുഖത്തിന് എന്തോ കടുപ്പം. വാ. നിന്നെ എന്താ നിന്റെ ഉദ്ദേശം? നിന്നോടാ ചോദിച്ചത്. എന്താ മാഡം? എനിക്ക് വളച്ചു കെട്ടാനോ മൂടി വെക്കാനോ ഒന്നും അറിയില്ല. ഋഷി നിങ്ങളുടെ സാറാ. അത് എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇഷ്ടമല്ലാത്ത ജോലിയാ. ആ, അത് വിട്ടേക്ക്. എൻ്റെ മകൻ എന്തായിരിക്കണമെന്നും അവൻ്റെ ചുറ്റുപാടുകൾ എന്തായിരിക്കണമെന്നും കൃത്യമായ കണക്കുകൂട്ടൽ എനിക്കുണ്ട്. അവൻ്റെ സൗഹൃദങ്ങളിൽ പോലും. മാഡം, ഞങ്ങൾ കോളേജിൽ വരുന്നതിന് മുൻപ് നിങ്ങൾ പരിചയമുണ്ട്, അറിയാം. ഇവിടെ നിങ്ങൾക്ക് സഹായത്തിനോ ആളെ ആവശ്യമുണ്ട്. ആ കണക്കിലാണോ ഋഷിയെ നിങ്ങൾ കണ്ടിരിക്കുന്നത്? അയ്യോ അല്ല, സാറ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് സാറിന്റെ മനുഷ്യത്വം. അതെ, ആ മനുഷ്യത്വം മുതലെടുക്കാനും എളുപ്പമാണ്. അതെ, ആ മനുഷ്യത്വം മുതലെടുക്കാനും എളുപ്പമാണ്. നിനക്കൊക്കെ മനസ്സിലാകുന്ന നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പുളിങ്കൊമ്പ് നോക്കി പിടിച്ചതാണോന്നോ? മാഡം, കബനിയെ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യം അവൾക്കില്ല. ഇക്കാലത്ത് ഒരു ആൺകുട്ടിയെ വലയിൽ വീഴ്ത്താൻ എന്തൊക്കെയാണോ വേണ്ടത് അത് നന്നായിട്ട് അറിയാം നിന്റെ കൂട്ടുകാരിക്ക്. നിങ്ങൾ എന്ത് കണ്ടുന്നാ? അങ്ങനെ നീ പറയുന്ന കുലമഹിമയുള്ളവൾ ഇന്നലെ എന്റെ മകനോട് ഫോണിൽ സംസാരിച്ചിരുന്നത് എത്ര മണിവരെയാണെന്ന് അറിയോ? വെളുപ്പിന് 5 മണി വരെ. അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഇവള് സംസാരം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി കേട്ടത് ഞാനാ. ഇനി പറയടി, കേൾക്കട്ടെ കൂട്ടുകാരിയുടെ സന്മാർഗം.
ഇന്നോ ഇന്നലെയോ അല്ല. ഋഷിയുടെ ചലനങ്ങളിൽ നിന്ന് വളരെ മുന്നേ ഞാനിത് തിരിച്ചറിഞ്ഞതാ. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയും തൊട്ടാവാടിത്തരമൊക്കെ നിന്റെ കൈ തന്നെ വെച്ചോണം. ഋഷി ഇന്ദ്രപുരിയുടേതാ. നീയൊന്നും 10 ജന്മം ജനിച്ചാൽ പോലും പാടി കയറാൻ പോലും യോഗ്യതയില്ലാത്ത ഇന്ദ്രപുരി. ഇപ്പോ ഒരു കാര്യം വ്യക്തമായി നിന്നോട് ഞാൻ പറയാം. അരുതാത്തത് എന്തെങ്കിലും നടന്ന എന്റെ മകനെ ഞാൻ ശിക്ഷിക്കില്ല, നിന്നെ ശിക്ഷിക്കൂ. അതിലൊരു വിട്ടുവീഴ്ചയും ഞാൻ കാണിക്കില്ല. എന്റെ മകനിൽ നിന്നും അകന്ന് നടന്നോളണം. ദേവരഞ്ജിനിയാ പറയുന്നത്. പൊയ്ക്കോ, പൊയ്ക്കോ. വെരി ഗുഡ് ആന്റി. സത്യത്തിൽ അവൾക്ക് അങ്ങനെ ഒരു ഡോസ് ആവശ്യമായിരുന്നു. അവള് വെറുതെ ഋഷിയുടെ പുറകെ നടന്ന് ക്യാമ്പസിൽ ഒരു ടോക്ക് ഉണ്ടാക്കുക. ഇനി അവള് ഋഷിയോട് അടുത്ത് പെരുമാറുന്ന കണ്ടാൽ ഞാൻ പറയാം ആന്റിയോട്. എനിക്ക് അങ്ങനെ ഒരു സഹായം ആവശ്യമില്ല. മാത്രമല്ല, ഋഷിയുടെ കാര്യത്തിൽ അവൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണം ആ അകലം. ആ പിന്നെ ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ആവർത്തിക്കേണ്ടി വരരുത്. കബിനി, എങ്ങനെയുണ്ട് സാറിന്? ഋഷി സാറിന്റെ കാര്യം ചോദിച്ചത്. സാറിന് കുഴപ്പമൊന്നുമില്ല. അതെന്താ? ഞങ്ങൾ ചോദിച്ചത് ഇഷ്ടമായില്ലേ? ഞങ്ങളുടെയും കൂടി സാറല്ലേ? ഞങ്ങൾക്ക് സാറിനെ കാണാൻ പോണമെന്നുണ്ട്. കബനി നാളെ പോകുമ്പോ ഞങ്ങളും കൂടെ വരട്ടെ. ഞാൻ പോകുന്നില്ല. അയ്യോ, അതെന്ത് പറ്റി? ആക്ച്വലി കബനിക്ക് വേണ്ടിയല്ലേ സാറിന് ഇങ്ങനെ പറ്റിയത്? കമോൺ കബനി. അതോ ഞങ്ങളാരും സാറിനെ കാണാൻ പാടില്ലെന്നുണ്ടോ? അതെ, നിങ്ങൾക്ക് പോയി കാണാൻ ഒരു വിലക്കുമില്ല. അവള് വരുന്നില്ലെന്നാ പറഞ്ഞത്. അവളെ വിട്ടേക്ക്. ഏയ്, അത് ശരിയല്ലല്ലോ. ഞങ്ങൾ കരുതിയത് കബനി സാറിന്റെ അടുത്തുനിന്ന് മാറില്ലെന്നാ. ഇപ്പൊ ഇങ്ങനെ പറയണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ. ആവശ്യം കഴിയുമ്പോ ആൾക്കാരെ വലിച്ചെറിയുന്നതാണോ നാട്ടും പുറത്തിന്റെ നന്മ? ചിന്ത, നിന്നോടിപ്പോ എനിക്ക് മറുപടി പറയാനാവില്ല. നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്ക ഇവർക്ക്. ഇനി സാറിന്റെ പുറകെ നടന്നാ ഇവളുടെ കരുണ അടിച്ചു പൊളിക്കുന്ന സാറിന്റെ മമ്മി പറഞ്ഞിരിക്കുന്നത്. പാവം, ഒരുപാട് കാലം കൊണ്ട് റെഡിയാക്കിയെടുത്ത പുളിങ്കൊമ്പ ആ പുളിങ്കൊമ്പ് ഒടിഞ്ഞു പോയി. കഷ്ടം. ഹോ, എന്തായിരുന്നു സാറിന്റെ മുന്നിലുള്ള നിഷ്കളങ്കത, അഭിനയവും ആട്ടവും. കാര്യം എന്താ? സാറ് പണക്കാരനല്ലേ? എങ്ങനെയെങ്കിലും കഴുത്തി തൂങ്ങാൻ തന്നെ. നിർത്ത, ഇനി അനാവശ്യം പറഞ്ഞ. എന്തായാലും സംഭവിച്ചത് രംഭയുടെ മുന്നിലായി നന്നായി. അതല്ലെങ്കിൽ ഞങ്ങൾ ആരും ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ. മതിയടി. ഇവരെയും കൂട്ടി നീ വന്നപ്പോ ഇവളെ കളിയാക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ അടുത്ത് ഇതൊക്കെ അവള് പറഞ്ഞല്ലേ? ശരിയാ, സാറിന്റെ അമ്മ ഇവളെ വിലക്കി. അതിന് നിനക്കെന്താ? അതോ സാറിന്റെ വീടിന്റെ പടിക്കെട്ട് കയറാൻ രംഭയ്ക്ക് അങ്ങനെ വല്ല ക്ഷണവും കിട്ടിയോ? കിട്ടും. അവര് ചേരുന്ന കുടുംബവാ. അവൾക്ക് സാറിനെ വശീകരിച്ചും ദേഹത്തുരുമിയൊന്നും
സ്ഥാനം ഉറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഇവൾക്കല്ലേ പറ്റൂ. ഒന്നാവ് ഞാനിങ്ങി പറിച്ചെടുക്കും. കാണൂടി നിനക്ക്? നാട്ടുംപുറത്തെ നല്ല ഉഷിരുള്ള ആമ്പിള്ളേരെ ഒറ്റ കൈ കൊണ്ട് പൊക്കി നിലത്തടിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങക്ക്. മോളെ ചിന്തേ, നിനക്ക് ചിന്തിക്കണെങ്കിലോ മറ്റുള്ളവർക്ക് നിന്നെ കുറിച്ച് ചിന്തിക്കണെങ്കിലോ ഇപ്പൊ നീ മുന്നിന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ ചവിട്ടി കൂട്ടി ഞാൻ. നീ നിന്നെ ഇതിപ്പൊ തന്നെ നിന്റെ കൂട്ടുകാരി വിളിച്ച് പറയണം. പകരം ചോദിക്കാൻ വരാനല്ല, വരാതിരിക്കാൻ. അവള് വന്നാലും ഇത് തന്നെയാ കിട്ടുക. ഓടി. എന്തിനടി കരയുന്നേ? അവളുമാർ ഇതല്ലാതെ എന്താ പറയാ? എല്ലാം അവള് പറഞ്ഞ് ഏൽപ്പിച്ചതാ. എന്നാലും എന്തൊക്കെയാടി പറയുന്നത്? ഇതിലും വലുത് പറയും. അപ്പൊ കരഞ്ഞ അവര് നിന്നെ കരയിച്ചുകൊണ്ടേയിരിക്കും. പകരം ഇതുപോലെ അങ്ങ് പെരുമാറിയാ പിന്നെ വരില്ല.